കേൾക്കുന്നു കൈതപ്പൊടി ചാനൽ. മണ്ണുത്തി കവർച്ച മുഖ്യപ്രതി അറസ്റ്റിൽ. മണ്ണുത്തിയിൽ ഗൃഹനാഥനെ മർദ്ദിച്ച് ബന്ദിയാക്കി 47 പവൻ സ്വർണം കവർന്ന കേസിലെ പ്രധാന പ്രതി അറസ്റ്റിൽ. രാജസ്ഥാൻ സ്വദേശി സൂരജ് പവാറിനെ രാജസ്ഥാനിലെ ചിറ്റോർഗഡ് ജില്ലയിലെ മാനിഫിയ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് തൃശൂർ സിറ്റി ഷാഡോ പോലീസും മണ്ണുത്തി പോലീസും ചേർന്ന് പിടികൂടിയത്. പ്രതിയെ വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും. രാജസ്ഥാനിലെ തിരുട്ട് ഗ്രാമത്തിൽ ഒളിച്ചു താമസിച്ച ഇയാളെ 2 ദിവസം നീണ്ട നിരീക്ഷണത്തിനൊടുവിലാണ് സാഹസികമായി പിടികൂടിയതെന്ന് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ് മുഖർജി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കവർച്ച ചെയ്യപ്പെട്ട സ്വർണങ്ങളിൽ 26 പവൻ ഇയാളിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. സൂരജ് പവാർ മധ്യപ്രദേശിലെ പ്രത്യേക ഗോത്ര വർഗക്കാരനാണ്. ഇവരുടെ ഗോത്ര രീതി പ്രകാരം ഏറ്റവും മികച്ച രീതിയിൽ കവർച്ചയും മോഷണവും നടത്തുന്നവർക്കാണ് എളുപ്പത്തിൽ കല്യാണം നടക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ല രീതിയിൽ വല്ലവരും മുതൽ കട്ടാലിന് വേഗം പെണ്ണ് കിട്ടുക. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി റോഡരികിലെ വീടുകളിൽ കവർച്ച നടത്തുന്നതിനാണ് ഇവർക്ക് താല്പര്യം. എതിർക്കുന്നവരെ ഇവർ അപതന തടികളെ വകവരുത്തികളെ. കേസിലെ 2-3 പ്രതികളെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റിലായവർ മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കവർച്ച ചെയ്ത് കൊള്ളയും കൊലയും ചെയ്ത ക്രിമിനലുകളാണ്. അന്വേഷണ സംഘത്തിന്റെ തൃശൂർ സിറ്റി സ്പെഷ്യൽ ബ്രാഞ്ച് SP KC സേതു, ഒല്ലൂർ SP തോംസൺ, മണ്ണുത്തി ഇൻസ്പെക്ടർ ബിജു, സബ് ഇൻസ്പെക്ടർമാരെ ഡേവിഡ് ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ PK പഴനിസ്വാമി എന്നിവരും ഉണ്ടായിരുന്നു. എന്തായാലും ഭയങ്കര സാഹസികമായി തന്നെയാണ് ഈ തിരുട്ട് ഗ്രാമത്തിൽ തിരുടന്മാരെ കേരള പോലീസ് പിടിച്ചെന്ന് ആലോചിച്ച് നോക്കി. ഏറ്റവും നല്ല രീതിയിൽ കവർച്ച നടത്തി നല്ല കളറിൽ നിന്ന് പേര് കേട്ടാൽ അതിന് ഏറ്റവും വേഗം അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റുന്നു, പെണ്ണ് കിട്ടുന്നു. അപ്പോൾ അതാണ് അവരെ ഈ വടക്കേ ഇന്ത്യയിലെ ആചാരങ്ങൾ നീ കേൾക്കണത്. അപ്പം എന്തായാലും നമ്മൾക്ക് ഇവനെ പിടികിട്ടിയല്ലോ. ഇവന് നമ്മുടെ കേരള പോലീസിന് 1000 അഭിനന്ദനം.